സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 4 മരണം. പാലക്കാട് കണ്ണമ്പ്രയിൽ വീടിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. കൊട്ടേക്കാട് സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ 2 പേർ മരിച്ചു. മട്ടന്നൂരിൽ ഷഫീനാസ് മൻസിലിൽ കുഞ്ഞാമിനെയും ചൊക്ലിയിൽ ഒളിവിലായ സ്വദേശി കുനിയിൽ ചന്ദ്രശേഖരനുമാണ് മരിച്ചത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്നും സജോ, മഴയ്ക്കൊപ്പം ദുരിതവും പെയ്യുന്നുവെന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് അതാണ്. 4 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പുഴകൾ പലയിടത്തും കരകവിയുകയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ ദുരിതം എത്ര ദിവസം കൂടി എന്നതിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്? വിജയകുമാർ, കണ്ണൂരിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ 2 പേരാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. 2 വയോധികർ. മട്ടന്നൂർ കൊളാരിയിൽ കുഞ്ഞാമിന എന്ന 51കാരി, ഒപ്പം ചൊക്ലി ഒളവിലത്ത് 63കാരനായ ചന്ദ്രശേഖരൻ. 2 പേരും അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാണ്. പിന്നീട് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ തോതിലുള്ള വെള്ളക്കെട്ട് എല്ലായിടങ്ങളിലുമുണ്ട്. ശക്തമായ മഴ തുടരുന്നുണ്ട്. മലയോര മേഖലകളിലും അങ്ങനെ നഗര ഗ്രാമ തീരദേശ മേഖല വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിശക്തമായ മഴ തുടരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ മാത്രം, ഞാൻ കണ്ണൂർ ഇളയാവൂരിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴയ്ക്കൊരു അല്പം ശമനം വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളക്കെട്ടിന് കുറവില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് കടൽ വെള്ളമെടുക്കുന്നത് കുറവാണ്, കടൽ പ്രക്ഷുബ്ധമാണ്. മറ്റൊന്ന്, മലയോര മേഖലകളിലും വനത്തിലുമൊക്കെ അതിശക്തമായ മഴയുണ്ട്, മലവെള്ളപ്പാച്ചിലുണ്ട്. മിക്കവാറും പുഴകളും നദികളും ചെറുതോടുകളും ഒക്കെ കരകവിഞ്ഞിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇടങ്ങളും വെള്ളത്തിനടിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇളയാവൂർ മാത്രം, ഇവിടെ നിരവധി വീടുകൾ വെള്ളം കയറി കിടക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ തുറന്നിട്ടില്ല. തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കർശന ജാഗ്രതാ നിർദ്ദേശമാണ്, മഴ മുന്നറിയിപ്പ്, തീവ്ര മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. എല്ലായിടങ്ങളിലും തന്നെ, മിക്കവാറും മലബാറിലെ എല്ലാ ജില്ലകളിലും തന്നെ അത്തരത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പുമുണ്ട്. അതിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂർ ജില്ലയാണ്. അതിനനുസരിച്ചിട്ടുള്ള ദുരിതവുമുണ്ട് വിവിധ ഇടങ്ങളിലായി. അതായത് ഈ താഴ്ചവ ഉൾപ്പെടുന്ന, ഒപ്പം ഇളയാവൂർ മേഖല, അങ്ങനെ വിവിധ ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളം കയറുകയോ വെള്ളക്കെട്ട് രൂപപ്പെടുകയോ വീടുകളിൽ സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. ഒപ്പം നദികളിലെയും പുഴകളിലെയും ഒക്കെ ജലനിരപ്പ് ചെറുതോടുകളിലടക്കം കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട്. അവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയുണ്ട്. ഇവിടെ തന്നെയും ഞാൻ നിൽക്കുന്നത് ഒരു റോഡിലാണ്. യഥാർത്ഥത്തിൽ അവിടെയും ഒക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് ദുഃഖകരമായ കാര്യം, 2 മരണങ്ങൾ കൂടിയും കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തത്. അതും വലിയ തോതിൽ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. മറ്റൊന്ന്, വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. കാരണം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. കർശനമായ ജാഗ്രതാ നിർദ്ദേശം ആ ഇടങ്ങളുണ്ട്. തീരദേശ മേഖലകളിലും ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോഴും അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും നിലയ്ക്ക് അത് നദികളിലെ ജലനിരപ്പ് കുറയ്ക്കാൻ പര്യാപ്തമല്ല എന്നതാണ്. ഒപ്പം മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. രാത്രിയും അർദ്ധരാത്രിയും പുലർച്ചെയും ഒക്കെ തുടർച്ചയായ മഴ. അല്പസമയം മുൻപ് വരെ കണ്ണൂരിൽ എല്ലായിടത്തും ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോഴും മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് കർശനമായ ജാഗ്രത വേണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ സങ്കടകരമായ കാര്യം, ഈ വെള്ളക്കെട്ടിലും മറ്റും പലപ്പോഴും പലയിടങ്ങളിലും കുളങ്ങളും അല്ലെങ്കിൽ ആൾമറ ഇല്ലാത്ത കിണറുകളും അങ്ങനെ വെള്ളക്കെട്ടൊക്കെ വളരെ എളുപ്പത്തിൽ രൂപപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതുവഴി ശ്രദ്ധിക്കാതെ യാത്ര ചെയ്യുമ്പോഴും മറ്റും അതിലേക്ക് വീഴുകയും അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന്, ഈ പുഴകളിലെ ജലനിരപ്പ് അത് പ്രവചനാതീതമാണ് പലപ്പോഴും. കാരണം മലവെള്ളം എത്തിയാൽ വലിയ അപകടത്തിലേക്ക് കാരണമാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ ജാഗ്രത വേണം. അതുകൊണ്ടാണ് വിനോദസഞ്ചാര മേഖലകളിൽ പുഴയിൽ ഇറങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒപ്പം മത്സ്യബന്ധനം നടത്തുന്നവർ, ഉൾനാടൻ മത്സ്യബന്ധനം നടത്തുന്നവർ, ഒപ്പം കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അങ്ങനെയൊക്കെ, അതായത് ചെറുതോണികളിൽ ചെറുവള്ളങ്ങളിലും മറ്റുമൊക്കെ പോകുന്നവർക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ഈ വെള്ളക്കെട്ടിന് കുറവില്ല, മഴയ്ക്ക് ശമനമില്ല. മലയോര മേഖലകളിലടക്കം അതിശക്തമായ മഴ തുടരുന്നു. അതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ജില്ലയുടെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിരവധി വീടുകൾ, പാനൂര്, പയ്യന്നൂർ, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾക്ക് മുകളിൽ മരം കടവൊഴുകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ വലിയ തോതിൽ നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നതാണ്. ഒപ്പം മഴ തുടരും. ആ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വിജയകുമാർ. യെസ്, എറണാകുളം മുതൽ ഏതാണ്ട് വടക്കോട്ട്, അതായത് മധ്യ കേരളത്തിലും അതുപോലെ വടക്കൻ കേരളത്തിലും കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ആ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. സജോ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ കനത്ത മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇപ്പോൾ ചിലയിടങ്ങളിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും പക്ഷേ കിഴക്കൻ മേഖലകളിൽ മഴ തുടരുന്നു എന്നാണ് ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളും വ്യക്തമാക്കുന്നത്.